അങ്ങനെ നമ്മുടെ രാധിക അമ്മ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഗീതു ഗർഭിണിയാണെന്ന് വിചാരിച്ച് നമ്മുടെ രാധിക അമ്മ ആകെ വയലൻ്റ് ആയിരിക്കുകയാണ്. പുള്ളിക്കാരത്തിയുടെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്നുണ്ട്. പുള്ളിക്കാരത്തി ആകെ ടെൻഷനിലാണ്. വരുണിനെ വിളിച്ച് അതൊക്കെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുണും ആകെ എന്താ പറയുന്നത്, പകയുടെ പ്രതികാര ജ്വാലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വരുണ് എങ്ങനെയെങ്കിലും ഗീതുവിനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലിരിക്കുകയാണ് അമ്മയും മകനും. ഇനി അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നതുകൊണ്ട് പറയട്ടെ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടന് ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ കാഞ്ചന. അയ്യപ്പേട്ടനുണ്ടല്ലോ ഇങ്ങനെ ആറിഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാഞ്ചന പറയണം, അയ്യപ്പണ്ണ മതിയായില്ലേ, കുറേ നേരം ആയല്ലോ, മതിയാക്കാറായില്ലേ, എന്താ നിൻ്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവരുന്നത് കാഞ്ചനെ? ഓ അയ്യപ്പെണ്ണ കഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പെണ്ണനെ നമ്മുടെ കാഞ്ചന. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാഞ്ചന പറയണം, അയ്യപ്പെണ്ണ നാളത്തെ കാര്യമാണ് ഇനി പാട്. എന്താ ഗീതുപ്പാപ്പ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഗീതുപ്പാപ്പ പച്ചമാങ്ങ കിട്ടിയില്ലെങ്കിൽ ഗീതുപ്പാപ്പ എന്നോട് യുദ്ധത്തിന് വരും. പച്ചമാങ്ങയിലെ പച്ചമാങ്ങ കൊണ്ടുള്ള അച്ചാറ്, അതുപോലെ തന്നെ കുറേ പച്ചമാങ്ങ വിഭവങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കാഞ്ചന. പച്ചമാങ്ങ പച്ചടി, പച്ചമാങ്ങ ഒഴിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളുടെ പേര് പറയാണ് കാഞ്ചന. നാളെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഇത് തന്നെ ആയിരിക്കണമെന്ന് ഗീതുപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഗീതുപ്പാപ്പ എന്നോട് വഴക്കുണ്ടാക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ അയ്യപ്പൻ ചോദിക്കുന്നു, പച്ചമാങ്ങേ ഗീതു നോക്ക? അതെ. എൻ്റെ വിഘ്നേശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഞാൻ ഈ ഭാരതത്തിലെ മുഴുവൻ വിനായക ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ച് തൊഴുതത് ഈ പച്ചമാങ്ങ ഒന്ന് തിന്നുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ. ഇന്ന് തന്നെ ഞാൻ പച്ചമാങ്ങ കൊണ്ടുവരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് എന്തായാലും ഈ പാതിരാത്രി അയ്യപ്പെണ്ണ എവിടെ പോയാ പച്ചമാങ്ങ കൊണ്ടുവരാൻ പോകുന്നത്? എവിടെ പോയാൽ എന്താ, പച്ചമാങ്ങ കിട്ടിയാൽ പോരെ. എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് ഒരു പച്ചമാങ്ങ തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അയ്യപ്പൻ. ഗീതു കഴിക്കുന്ന കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അയ്യപ്പൻ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പുള്ളിക്കാരെല്ലാം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, അയ്യപ്പെണ്ണൻ എന്താ വട്ടായോ? ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് ഒരു പച്ചമാങ്ങ തിന്നുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്തായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതേസമയം നമ്മുടെ ഗോവിന്ദ് മുറിയിലുണ്ട്, ബെഡ്റൂമിലാണ് പുള്ളിക്കാരൻ മനസ്സിൽ പ്ലാൻ ചെയ്യണം. നല്ല ഷർട്ടൊക്കെ ഇട്ട്, രാത്രിയിലാണ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഷർട്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കണം, ഇന്ന് ഞാൻ എന്തായാലും അവളോട് എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞിരിക്കും. ഇത് കുറേ നാളായി പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓരോരോ തടസ്സങ്ങൾ ഇന്നിപ്പോൾ എന്തൊക്കെ വന്നാലും ശരി ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും. പക്ഷേ അവൾ റിജക്റ്റ് ചെയ്താലോ? അവൾ റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങ് ചെയ്യട്ടെ, ഇനി എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് തന്നെത്താനെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ കണ്ണാടിയുടെ മുന്നിൽ വരികയാണ്. എന്തെന്ന് പറയും അവളുടെ മുഖത്ത് നോക്കി. എന്നിട്ട് പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്, ഐ ലവ് യു ഗീതു അങ്ങനെ പറഞ്ഞാലോ? അത് വേണ്ട. ഐ ലവ് യു ഗീതു, അത് കൊള്ളൂല. ഗീതു ഐ ലവ് യു, അതൊന്നും വേണ്ട, മഹാബോറ്. ഇനിയിപ്പോൾ എന്താ പറയുക? അങ്ങനെ കുറേ ഐ ലവ് യു പറയുകയാണ് ഗോവിന്ദ്. അതിനുശേഷം ഗോവിന്ദ് ആലോചിക്കുകയാണ്, എന്തെങ്കിലും പറയണമല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നോ, അവിടെ ഇരിക്കുന്ന ഒരു സ്പ്രേ എടുക്കുകയാണ്. സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് അടിക്കുകയാണ്, ശരീരം മൊത്തം അടിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, നല്ല പനിനീർ പൂവിൻ്റെ സുഗന്ധമുള്ള സ്പ്രേ. ഈ സ്പ്രേയുടെ മണം ഗീതുവിന് മത്ത് പിടിപ്പിക്കും. എന്തായാലും റൂമിനകത്തുകൂടി ഫ്രഷ്നർ കൂടി അടിക്കാമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റൂമിനകത്ത് ഒരുപാട് പെർഫ്യൂമുകൾ ഇങ്ങനെ വലിച്ചു വാരി അടിക്കുന്നുണ്ട്. ഒന്നടിക്കുന്നുണ്ട്, രണ്ടടിക്കുന്നുണ്ട്, അങ്ങനെ പല ഫ്ലേവറിലുള്ളത് റൂം ഫ്രഷ്നറും റൂം മുഴുവനും അടിച്ച് ആകെ കുളമാക്കി വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ. സ്മെല്ല് കാരണം നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് റൂം. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ പനിനീർ പൂവിൻ്റെ ഫ്ലേവറാണ് ദേഹത്ത് അടിച്ച് പൂശി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഗോവിന്ദ് പറയാണ്, ഗീതുവിനോട് പ്രണയം തുറന്നു പറയുമ്പോൾ കയ്യിലൊരു പൂ വേണ്ടേ, ഇനിയിപ്പോൾ പൂവിനെവിടെ പോവും?
ആ ദേ ഇരിക്കുന്നു പൂവ് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് പൂച്ചട്ടിയിലെ പൂവ് എടുക്കുകയാണ്. നോക്കുമ്പോൾ പ്ലാസ്റ്റിക് പൂവ്. അങ്ങനെ തിരിച്ച് വെക്കുകയാണ്. വേണ്ട, പ്ലാസ്റ്റിക് പൂവ് എന്തായാലും വേണ്ട, എന്തായാലും ആവശ്യത്തിലധികം പെർഫ്യൂം അടിച്ചിട്ടുണ്ടല്ലോ റൂമിലും ദേഹത്തുമൊക്കെ, അത് മതിയാവും. അതുകൊണ്ട് റൊമാൻസ് തുറന്നു പറയാൻ പറ്റിയൊരു മൂഡായി എന്നൊക്കെ പറയണം. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട്, അല്ല ഞാൻ എന്തെന്നാ പറയട്ടെ, വെറുതെ ചെന്നങ്ങ് ഐ ലവ് യു എന്ന് എങ്ങനെയാണ് പറയുക എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് ഒരു സംഭവം മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് കേട്ടോ, ഗീതുവിനോട് പറയാനായിട്ട് തയ്യാറാക്കിയ സംഭവമാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്നോടുള്ള പ്രണയത്തിൻ്റെ അഗ്നിയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് ഗീതു തിരിച്ചറിഞ്ഞത്. ഇത് കൊള്ളാം, ഇത് സെറ്റായിട്ടുണ്ട്. ഇത് തന്നെ ഗീതുവിനോട് പറയാം. എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹമായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഗീതു ഞാൻ അറിഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പ്രണയത്തിൻ്റെ അഗ്നിയായിരുന്നു എന്ന്. മതി, ഇത് മാത്രം മതി, ഇത് ഞാനിന്ന് പൊളിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഗോവിന്ദ് ഇരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് പറയാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും കണ്ണേട്ടനോട് ഇന്ന് എന്തായാലും മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്തായാലും കണ്ണേട്ടൻ നിരസിക്കുന്നെങ്കിൽ നിരസിക്കട്ടെ, ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് പറയും. ഇനി എനിക്കിങ്ങനെ കൊണ്ടു കിടക്കാൻ വയ്യ. അങ്ങനെ ഗീതു മുറിക്കകത്തേക്ക് വരികയാണ്. ഗോവിന്ദും വരികയാണ്. ഗീതു വന്ന ഉടനെ തന്നെ, എന്താ ഇവിടെ ഒരു നാറ്റം എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ്, നാറ്റോ? എന്ത് നാറ്റം? കണ്ണേട്ടൻ കുടിച്ചല്ലേ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഗീതു. കള്ളം പറയരുത് കണ്ണേട്ട. ദേ സത്യം. കൈ അങ്ങ് വലിച്ചൊടിച്ചും കളയാണ്. എന്നിട്ട് പറഞ്ഞു, ദേ കണ്ണേട്ടൻ എന്നോട് സത്യം പറയണ്ട, എന്തോ കൂടിയ സാധനം കണ്ണേട്ടൻ അകത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഈ റൂം നിറച്ച് പെർഫ്യൂം അടിച്ച് വെച്ചാൽ ഞാൻ മണം അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ഊതെൻ്റെ മുഖത്തേക്ക്. അപ്പോൾ ഗോവിന്ദ് ഊതയാണ്. അപ്പോൾ ഗീതു പറയണം, നിങ്ങൾ എന്തോ കൂടിയ സാധനമാണ് കുടിച്ചിരിക്കുന്നത്, പുറത്ത് മണം വരാതിരിക്കാനുള്ള രീതിയിലുള്ള എന്തോ നിങ്ങൾ കുടിച്ചു. ഞാൻ വിശ്വസിക്കില്ല കുടിക്കില്ലെന്ന് പറഞ്ഞ. അപ്പോൾ അങ്ങനെ അവർ അതിൻ്റെ പേരിൽ രണ്ടുപേരും തർക്കത്തിലാവുകയാണ്. അങ്ങനെ ഗീതു പിണങ്ങി ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ചിന്തിക്കുകയാണ്, എല്ലാം കുളമാവുന്ന മട്ടുണ്ടല്ലോ, ഓരോ ദിവസവും ഇങ്ങനെയാണല്ലോ. അവൾ പോയെങ്കിൽ പോട്ടെ, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല, ഞാൻ പിന്നാലെ ചെന്നിട്ടെങ്കിലും ഞാനിത് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ പുള്ളിക്കാരൻ കൂടെ ചെല്ലുകയാണ്. അപ്പോൾ ഗീതുവിനോട് പറയണേ, ഗീതു എന്താ? എനിക്ക് ഗീതുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കണ്ണേട്ടന് പറയാനുള്ളത്? അത് ഗീതു. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ ആലോചിക്കുകയാണ്. അത് ഗീതു, അത് പിന്നെ വരണ്ട പനിനീർ പൂവ്. അല്ല വരണ്ട പനിനീർപ്പൂവല്ല. എന്താ കണ്ണേട്ടൻ എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ നല്ല ഫിറ്റാണെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ അവ്യക്തമായിട്ട് പറയുന്നത്. അല്ല ഗീതു, അങ്ങനെയല്ല. പനിനീർ പൂവിൻ്റെ ജീവിതം. പനിനീർ പൂവിൻ്റെ? കണ്ണേട്ടൻ എന്തായി പറയുന്നത്? അല്ല അങ്ങനെയല്ല ഗീതു, ഞാൻ വന്നത് ഗീതുവിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നന്ദിയോ? എന്തിന്? അല്ല, പ്രിയമോളിൽ നിന്നും ഗീതു എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, ജോൾസിനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട്, അതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. ഒരു നന്ദി. അല്ല ഗീതുവിന് വരം വല്ലതും വേണോ? വരം? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ നിങ്ങളുടെ കുറേ വരം അല്ലാണ്ട് വേറൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ മനുഷ്യ? ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, ഇല്ല, ഞാൻ തോറ്റ് പിന്മാറുന്നില്ല, എന്തായാലും ഞാൻ ഗീതുവിൻ്റെ പിന്നാലെ ചെന്ന് പ്രണയം പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഗോവിന്ദ് ഗീതുവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഗീതു വയ്ക്കണേ, എൻ്റെ കണ്ണേട്ടന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എനിക്കറിയാം, കണ്ണേട്ടൻ എന്തായാലും തുറന്ന് പറയേ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചിട്ട്, ഗീതു, പ്രണയത്തിൻ്റെ ഒരു പനിനീർ ഗുന്തം. കണ്ണേട്ട, ഇതെന്താ കണ്ണേട്ട ഈ പറയുന്നത്? പനിനീർ ഗുന്തോ? അല്ല ഗീതു, പനിനീർ ഗുന്തമല്ല. കണ്ണേട്ട ഇനി ഒന്നും പറയണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതു റൂമിനകത്തേക്ക് പോവുകയാണ്. ഗോവിന്ദ് പിന്നാലെയുണ്ട്. അപ്പോൾ റൂമിൻ്റെ ഈ സൈഡിൽ ഗോവിന്ദ്, ഈ സൈഡിൽ ഗീതു, രണ്ടുപേരും ഇങ്ങനെ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും മനസ്സിൽ പറയുകയാണ്, എന്തായാലും ഇന്ന് മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, എന്തായാലും ഞങ്ങൾ പറയും എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെ മനസ്സുകളാണ് ഇങ്ങനെ വരുന്നു, തമ്മിൽ വരുന്നു, ടച്ച് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു.
തമ്മി ഹഗ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് അത് അങ്ങനെ അതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഗീതു ഇങ്ങനെ കിളി പോയാണ് കിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അല്ല ഗീതു, നിൻ്റെ കിളി പോയോ? നീ എന്താ ഇങ്ങനെ ആലോചിച്ചിട്ട് കൂട്ടുന്നത്? കിളിയോ? കണ്ണിട്ട ഒരു കിളി മറ്റേ കിളിയുടെ കൂടെ പറന്നുപോയി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഒരു കിളി മറ്റേ കിളിയുടെ കൂടെ പറന്നുപോയി. അതെന്താ അങ്ങനെ അവൾ പറഞ്ഞത്? ഒരു പക്ഷേ എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പുരുഷനെ കല്യാണം കഴിക്കണമെന്ന് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദിൻ്റെ ചിന്തകൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും കണ്ണേട്ടനോട് ഞാൻ ഇന്നിപ്പം തന്നെ പറയും, ഇനി വച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പോൾ ഗോവിന്ദ് മനസ്സ് വിചാരിക്കണം, എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റൂ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞോട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ അടുത്ത് കൂടുകയാണ്. പറയാനായിട്ട് തൊട്ടടുത്തേക്ക് വരികയാണ്. ഗീതു, എനിക്ക് പറയാനുണ്ടൊരു കാര്യം. അപ്പോൾ ഗീതുവും പറയണം, കണ്ണേട്ടനോട് എനിക്കും പറയാനുണ്ട്, കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ് കണ്ണേട്ടന് പറയാൻ വൈകി, ഞാനെങ്കിലും പറയട്ടെ എനിക്ക് മനസ്സിൽ പറയാനുള്ളത്. പറ ഗീതു, പറ, എനിക്ക് പറയാനുള്ളത് ഞാനും പറയാം നിന്നോട്. അങ്ങനെ അവർ രണ്ടുപേരും പറയാനായിട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ അടുത്ത് വയ്ക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഡോറിൽ തട്ടി കുഞ്ഞേ എന്നുള്ള വിളി നമ്മുടെ അയ്യപ്പേട്ടനാണ്. അപ്പോൾ നമ്മുടെ ഗീതു പറയണ, ഓ എല്ലാം കുളമാക്കി. അപ്പോൾ ഉടനെ ഗോവിന്ദ്, ഇങ്ങേരൊക്കെ വരാൻ കണ്ടൊരു സമയം. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അപ്പം തന്നെ ചെന്നിട്ട് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചാക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ. കുഞ്ഞേ, എന്താ അയ്യപ്പേട്ട, ആരും ഉറങ്ങിയൊന്നും ഇല്ലല്ലോ? കൊച്ചു കള്ളൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാൻ ഗീതുമോക്ക് തരാൻ വേണ്ടിയിട്ടേ ഈ പാതിരാത്രി പോയി ഒരു ചാക്ക് നിറച്ച് മാങ്ങയും കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയണ്. മാങ്ങി അപ്പോൾ തന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ മാങ്ങാ ചാക്ക് തറയിൽ താഴത്ത് വെക്കുകയാണ്. അതിനുശേഷം പറയാണ്, ഇവിടെ ഒന്നും ഞാൻ നോക്കിയപ്പോൾ മാങ്ങ കിട്ടിയില്ല. അങ്ങനെ തെക്കേക്കാരുടെ വീട്ടുവളപ്പിലേ ഒരു വലിയൊരു മാവുണ്ടല്ലോ, ഒരു പുളിയമ്മാവ്, ആ മാവ് പാതിരാത്രിയിൽ നിന്നൊന്നും നോക്കിയില്ല, ചെന്ന് അഡ്വാൻസ് കൊടുത്ത് ആ മാവ് ഞാനങ്ങ് സ്വന്തമാക്കി. എന്നിട്ട് പറിക്കാൻ പറ്റുന്ന അത്രത്തോളം മാങ്ങ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കി മാങ്ങ ഞാൻ രാവിലെ എത്ര വേണമെങ്കിലും കൊണ്ടുതരാം എന്ന് പറയാണ്. എന്നിട്ടാണ് കുഞ്ഞൊരു കുഞ്ഞാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ഓരോ രീതികളെ. അതിനുശേഷം ഗീതുവിന് അതിൽ നിന്നൊരു മാങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഗീതു മോളെ കഴിച്ചോ എന്നിങ്ങനെ പറയണം. ഗീതു മാങ്ങ കിട്ടിയപ്പോൾ തന്നെ കണ്ടിട്ടില്ലാത്തണക്ക് ഇങ്ങനെ കടിച്ച് പറിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദറാണ്, ഇവിടെ എന്താ മാങ്ങ കണ്ടിട്ടില്ലേ? എന്താ കണ്ണേന് വേണോ മാങ്ങ? എനിക്കെന്താ, നീ കടിച്ചതേ തിന്നാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ ഇല്ലേ എന്ന് പറയണം. അപ്പോൾ അയ്യപ്പേട്ടൻ പറയണ, കുഞ്ഞിന് മാങ്ങ വേണോ? ഞാൻ തരാം ഒരു മാങ്ങ. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണ, എനിക്കെന്തിനാ മാങ്ങ? ഈ പാതിരാത്രി നിങ്ങളെന്തിനാ മനുഷ്യ ഈ പാതിരാത്രി മാങ്ങയും കൊണ്ടുവന്നത്? അങ്ങനെ പറയില്ലേ കുഞ്ഞി. അപ്പോൾ ഗീത തിന്നുകൊണ്ടിരിക്കണേ മാങ്ങ. അപ്പോഴത്തേക്കാണ് അയ്യപ്പേട്ടൻ പറയണം, അങ്ങനെ പറയല്ലേ കുഞ്ഞി, വ്യാക്കൂണുള്ളൊരു പെൺകുട്ടി മാങ്ങ വേണമെന്ന് പറഞ്ഞ് ആ നിമിഷം നമ്മൾ കൊടുക്കണം, അല്ലെങ്കിലുണ്ടല്ലോ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാ അതിൻ്റെ കേട്. അപ്പോഴുടനെ ഗീത ഇങ്ങനെ മാങ്ങ അടിച്ചോണ്ടിരുന്നപ്പോൾ എന്താ? അല്ല, ഗീതമോള് ഗർഭിണിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ മാങ്ങയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഈ രാത്രി തന്നെ തരാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയണം, ഈ മാങ്ങ അയ്യപ്പേട്ട ഇവിടെ ഇരിക്കട്ടെ, അയ്യപ്പേട്ട പോവുക എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് പാവം പേടിച്ചിട്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അയ്യപ്പേട്ട ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. രാധികാമ്മ നിൽക്കുമ്പോഴത്തേക്ക് രാധികാമ്മ അയ്യപ്പൻ ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കണം. എന്താ അയ്യപ്പൻ എന്താ രാത്രി ഇവിടെ? അത് പിന്നെ രാധികാമ്മേ, ഗീതു മോക്ക് മാങ്ങ തിന്നണമെന്നൊരു കൊതി, വ്യാക്കൂണുള്ളതല്ലേ, അപ്പോൾ ഗർഭിണികൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് രാത്രി തന്നെ ഒരു മാവ് അടങ്കലെടുത്തിട്ട് ആ മാങ്ങ പറിച്ചുകൊണ്ടൊന്നും ഗീതുമോക്ക് കൊടുക്കുമായിരുന്നു. പാവം കുഞ്ഞ് കഴിച്ചോട്ടെ, കുഞ്ഞിൻ്റെ വയറ്റിലൊരു കൊച്ചൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ ഇങ്ങനെ പോവാണ്. എന്താ പറയുന്നത്, രാധികാമ്മയുടെ കിളി പോയിരിക്കുകയാണ്. ആകെ വട്ടായി രാധികാമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ എന്താ പറയുന്നത്, പൂക്കുല കൈ കൊടുത്താൽ തുള്ളും ആ രീതിയിലിരിക്കുകയാണ് നമ്മുടെ രാധികാമ്മ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അങ്ങനെ രാധികാമ്മ ഇങ്ങനെ മുഷ്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നോക്കുമ്പോൾ ഗീതുവിൻ്റെ റൂമിൻ്റെ ഡോറ് പടാ നടയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് എന്നിട്ട്, നിങ്ങളല്ലേ മനുഷ്യ എന്നെ ഈ ആക്ഷേപം പറഞ്ഞത്? നിങ്ങൾ എന്നെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കി. നിങ്ങളല്ലേ ഞാൻ ഗർഭിണിയാണെന്ന് അയ്യപ്പനോട് പറഞ്ഞത്? ഗീതു, ആവശ്യമില്ലാത്തത് പറയരുത്. നിൻ്റെ ആ മാങ്ങ കടിച്ചുള്ള ആ ഒരു തീറ്റി കണ്ടപ്പോഴുണ്ടല്ലോ
ഞാൻ പോലും സംശയിച്ചു നീ ഗർഭിണിയാണെന്ന്. അപ്പം ഗോവിന്ദിൻ്റെ തൊടയിലേക്ക് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഗീതു. ഗോവിന്ദ് മലർന്നടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വീണ് പോയിരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദിനോട് പറഞ്ഞു, കൊല്ലും മനുഷ്യ ഞാൻ നിങ്ങളെ ഞാൻ കൊല്ലും. നിങ്ങളെന്താ പറഞ്ഞത്? ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങൾ പറയാതെ അയ്യപ്പേട്ടൻ എന്തായാലും അറിയില്ല. എന്തൊരു നാണക്കേട് എൻ്റെ ഈശ്വര, ഇത് ഞാൻ എങ്ങനെ സഹിക്കാനാണ് ഈശ്വര. കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഭർത്താവിൽ നിന്നും ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ എന്ത് അപവാദമാണിത് എന്നൊക്കെ പറയണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെയൊക്കെയാണ്, ഇവക്കെന്താ വട്ട, ഇവളിതെന്താ ഈ പറയുന്നത്? നിങ്ങളടുത്ത് ഞാൻ മിണ്ടില്ല മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പുതപ്പ് വലിച്ച് തലയിൽ കൂടെ ഇട്ട് പിണങ്ങി കിടക്കുകയാണ് കട്ടിലിൽ. അപ്പോൾ ഗോവിന്ദ് ആലോചിക്കുകയാണ്, ഭർത്താവിൽ നിന്നും ഗർഭിണിയാവുന്നത് കുറ്റമെന്നോ? അപ്പോൾ പിന്നെ ആരിൽ നിന്നാണ് ഗർഭിണി ആവേണ്ടത്? എന്തായാലും ഗീതുവിനോട് തന്നെ ചോദിക്കാം. ഗീതു എന്താ നോക്കണം. അപ്പോഴത്തേക്കാണ് ഗോവിന്ദ്, അയ്യോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, ഇവളെന്താ എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആകെ കൺഫ്യൂഷൻ. അതേസമയത്ത് രാധികാമ്മ ആകെ ഭ്രാന്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുവർണയും നമ്മുടെ വരുണും കൂടി അവരുടെ സ്വകാര്യ നിമിഷമാണ് കാണിക്കുന്നത്. അത് അവർ ഒരു എന്താ പറയുന്നത്, ഒരു ഹോട്ടലിലോ മറ്റോ ആണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മയുടെ കോള് വരികയാണ്. രാധികാമ്മ നമ്മുടെ വരുണിനെ വിളിച്ചിട്ട് പറയാണ്, വരുൺ, നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, കാര്യങ്ങളൊക്കെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗീതു ഗർഭിണിയാണ്. ഇപ്പോൾ കണ്ണന് പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ഒരു കുടുംബമായി. ഇനി കണ്ണന് ഭാര്യയായി, കുട്ടിയായി. ഇനി എ ജി എം കമ്പനി മാത്രമല്ല, കണ്ണനുള്ള സകല സ്വത്തുകളും കണ്ണന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി നമുക്കൊന്നും അതിലൊന്നും ഒരു അവകാശമില്ല. പക്ഷേ ഇത് നമുക്ക് മറികടന്നേ മതിയാവൂ. ഇതിന് വേണ്ടുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം വരുൺ എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ വരുണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. അതുമാത്രമല്ല, എൻ്റെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.